യെസ്, എന്തായാലും വളരെ നിർണായകമായ ഒരു അറസ്റ്റ് കൂടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഏറെ നിർണായകമാണ്. കാരണം ഈ ചെമ്പ് അല്ലെങ്കിൽ ഈ സ്വർണം ചെമ്പായി മാറ്റിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ആകുന്നത് മുരാരി ബാബുവാണ്. കാരണം അവിടെ ആ ഒരു പോയിന്റിൽ അത് ഇതാണ് ചെമ്പാണ് എന്ന് എഴുതി കൊടുക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആരാണെന്നും അദ്ദേഹം ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതൊക്കെ കൃത്യമായി വരും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അദ്ദേഹത്തിനോട് ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആരാണ് എന്ന് അറിയുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും ഇനി ചങ്കിടിപ്പേറുന്ന നിമിഷങ്ങൾ തന്നെയാണ്. മുരാരി ബാബു എന്ത് പറയും, അത് തങ്ങളിലേക്ക് നീളുമോ എന്നൊരാശങ്ക ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് നിലവിലെ ദേവസ്വം ബോർഡിലേക്ക് വരെ അന്വേഷണം എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം. അതിനൊക്കെ നിർണായകമാകുന്നത് മുരാരി ബാബുവിന്റെ മൊഴി തന്നെയായിരിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗം കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അജയ് തറയിൽ, മുരാരി ബാബുവിന്റെ അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഈ ഉദ്യോഗസ്ഥർക്കപ്പുറം ഈ അന്വേഷണം പോകുമോ എന്നുള്ളതാണ്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് അത്തരമൊരു നീക്കത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? മുരാരി ബാബുവിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു റോപ്പിന്റെ ഒരറ്റം മാത്രമാണ്. ഇതിനകത്ത് പെട്ടിരിക്കുന്ന ഈ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ അടക്കമുള്ളവരുണ്ട്. മുരാരി ബാബു ചെയ്തത് ദേവസ്വം ബോർഡിന്റെ കൽപ്പനകൾ നടപ്പാക്കിയെന്നാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകൾ നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ദേവസ്വം ബോർഡ് ഉത്തരവ് നടപ്പാക്കിയ മുരാരി ബാബു ചെയ്തത് വലിയ തെറ്റ്. അപ്പോൾ അതിലും വലിയ തെറ്റാണല്ലോ ഈ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോ മിനിയന്നാള് ഹൈക്കോടതിയുടെ ഇടക്കാല വിധി എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ ഉന്നതന്മാരിലടക്കം അന്വേഷിച്ച് ഇതിന്റെ ഗൂഢാലോചന കണ്ടുപിടിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ ഗൂഢാലോചന കണ്ടുപിടിക്കുമ്പോൾ അതാണ് ഇതിന്റെ പ്രശ്നം. അല്ലാതെ മുരാരി ബാബു മാത്രമല്ലല്ലോ. ഇത് ചെമ്പുപാളിയാണെന്ന് റിക്കാർഡ് ഉണ്ടാക്കിയവർ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തവർ, അത് കൊടുത്തുവിട്ടവർ, 40 ദിവസക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് യാതൊരു പോസ്റ്റുമില്ലാതെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞവർ, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. ഇപ്പോൾ 2ഉം 3ഉം ദ്വാരപാലക ശില്പമാണ്. 98-ൽ ബ്രസീലിയൻ ചെമ്പിനകത്ത് ഒരു ക്ലാഡിംഗ് ഉണ്ടാക്കി. ആ ചെമ്പിന്റെ പുറത്ത് സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുവന്ന 22 കാരറ്റ് തങ്കം പൊതിഞ്ഞ അതെവിടെ? അതിന് പകരമായി 2ഉം 3ഉം ദ്വാരപാലക ശില്പങ്ങൾ കിടന്നോടുകയാണ്. ഒരു ദ്വാരപാലക ശില്പം സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു വിറ്റ് കാശ് വാങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് വളരെയേറെ സംശയമുണ്ടാക്കുന്ന, വളരെയേറെ വിഷമമുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഒരു ദ്വാരപാലക ശില്പം 2ആയി, 2 ദ്വാരപാലക ശില്പം 3ആയി, ഒരു പീഠം, ഒരു താഴത്തുള്ളൊരു പീഠം 2ആയി, അത് ഓടിക്കളിക്കുന്നു. ഇതെല്ലാം നിസ്സാരമായ ഒരു കാര്യമല്ല. ഇത് ശബരിമല അയ്യപ്പനായിട്ട് പന്താടുന്ന പോലെയുള്ള സംഭവമാണ് ഈ ഇടതുമുന്നണി ഗവൺമെന്റും. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കോടതിയുടെ വിശ്വാസമുള്ള ആളുകൾ എന്ന നിലക്ക് ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിൽ ഇനി ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നിങ്ങളൊക്കെ പറയുന്നത് പോലെ അന്നത്തെ ദേവസ്വം മന്ത്രി വരെ അതിലേക്ക് വരും, അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, പ്രതീക്ഷിക്കുന്നു. ഇത് നിയമമല്ലേ, വ്യവസ്ഥിതിയല്ലേ. ഇപ്പോ ഇവര് മാത്രമല്ലോ ഈ അന്വേഷണം ഇങ്ങനെ ഇവരെ കൊണ്ട് അവസാനിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല എങ്കിൽ ലക്ഷ്യം കാണുന്നത് വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് അന്വേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ക്രിമിനൽ കേസ് മാറാൻ പോവുകയാണ്. ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് രാജിവെക്കണം. ദേവസ്വം ബോർഡിനെ നീക്കാൻ ഗവൺമെന്റ് അധികാരമില്ല. ഗവർണർ ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ബോർഡിലേക്ക് വന്നിട്ടില്ലല്ലോ, ബോർഡിനകത്ത് കക്ഷിയാക്കിയിട്ടില്ല. ബോർഡിനെ കക്ഷിയാക്കിയിരിക്കുന്നു ദേവസ്വം ബോർഡ്, ദേവസ്വം വിജിലൻസ്, അതുപോലെ DGP
ഇത്രയും ആളുകളെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് നിസ്സാരമായ കാര്യമല്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് ഈ അന്വേഷണം പോയില്ല എങ്കിൽ ലക്ഷ്യം കാണും വരെ അന്വേഷണം നടത്തിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളും സമരങ്ങളും UDF-ഉം കോൺഗ്രസും നടത്തുമെന്ന കാര്യമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ അജയ് താരയിൽ. താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് ദേവസ്വം മന്ത്രിയിലേക്കും ഒപ്പം തന്നെ ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ്. എന്തായാലും മന്ത്രിയുടെ രാജിയടക്കം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാക്കും. അതിനപ്പുറത്തേക്ക് മുരാരി ബാബുവിന്റെ ഇപ്പോഴത്തെ അറസ്റ്റ് അത് കേസിലെ വളരെ നിർണായകമായ നീക്കമാണെന്ന് കൂടി വിലയിരുത്തുകയാണ്